അത് ഒന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ബ്രേക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ഒരു 50 എങ്കിലും എനിക്ക് എറിയാൻ പറ്റണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഹായ്, മൈ നെയിം ഈസ് അജിൽ സേവർ. ഐ ആം ഫ്രം കേരള. നാട് കോട്ടയാണ്. ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത് പാലക്കാടാണ്. പാലക്കാട് ഒളിമ്പിക് അക്കാഡമിയുടെ കീഴിലാണ് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഐറ്റം വരുന്നത് ഷോർട്ട് പുട്ടാണ്. ഷോർട്ട് പുട്ടിനകത്ത് F20 കാറ്റഗറി വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം റീസെൻ്റ് നടന്ന നാഷണലിനകത്ത് എനിക്ക് ഗോൾഡ് മെഡൽ ഉണ്ടായിരുന്നു. ഞാൻ പ്രോപ്പറായിട്ട് എൻ്റെ എക്യുപ്മെൻറ്റ്സ് മുന്നിലെടുക്കും, പിന്നെ പ്രോപ്പറായിട്ട് റെസ്റ്റും, പിന്നെ അവിടെ ചെന്ന് നമ്മളൊരു മൈൻഡ് സെറ്റ് എന്ന് വെച്ചാൽ എങ്ങനെയാണ് കോമ്പറ്റീഷൻ എങ്ങനെ എടുക്കും, പിന്നെ നമ്മുടെ എതിരാളി എങ്ങനെയായിരിക്കും, അതിനെക്കുറിച്ചൊരു നല്ല സ്റ്റഡി നടത്തിയിട്ട് വേണം ആ കോമ്പറ്റീഷൻ ഞാൻ മെയിനായിട്ട് ഇറങ്ങുന്നത്. 2 ഐറ്റം ഉണ്ട്. അതിനകത്തൊന്ന് ഫുട്ബോളാണ്, പിന്നെ ഒന്ന് വോളിബോളാണ്. ഞങ്ങൾക്ക് ആഴ്ച 2 ദിവസമാണ് ഫുൾ ഡേ വരുന്നത്. അതിനകത്ത് ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ രാവിലെ മാത്രം വരുന്നത് മോർണിംഗ് ഒരു 8:30 മുതൽ 11 മണി വരെയാണ്. അപ്പം ഞങ്ങളുടെ കോച്ച് ഞങ്ങളുടെ കൂടെ വന്നിട്ട് കറക്റ്റ് എന്ന് വെച്ചാൽ എൻ്റെ മിസ്റ്റേക്കുകൾ എന്താണ്, എൻ്റെ മിനിമം ആയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്, അതിൻ്റെ കുറവുകളും, പിന്നെ ഞങ്ങൾക്ക് അതുപോലെ ഗ്ലൈഡിങ്ങിന് എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നത് ഗ്ലൈഡിങ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള മിസ്റ്റേക്കുകളും എല്ലാം കറക്റ്റായിട്ട് എൻ്റെ കോച്ചും എൻ്റെ കൂട്ടത്തിൽ 2-3 പേരും കാണും. അവരെൻ്റെ മിസ്റ്റേക്കുകൾ പിന്നെ അവരുടെ കൂടെ ചെയ്യാൻ നേരം നമുക്കൊരു ഭയങ്കര പോസിറ്റീവാണ്. എന്ന് വെച്ചാൽ മറ്റുള്ളവരെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഷോർട്ട് പുട്ടിനകത്ത് ഇപ്പോൾ യുക്രൈനിൽ നിന്നൊരു പ്ലെയർ ആണ് ഞങ്ങളുടെ കാറ്റഗറിക്കകത്ത് ഇൻ്റർനാഷണൽ മെഡൽ അടിച്ചേക്കുന്നത്. പുള്ളിക്കാരൻ്റെ ഒപ്പമെങ്കിലും ഒന്ന് എത്തണം എന്നാണ് ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ 17.69 മീറ്ററാണ് പുള്ളിക്കാരൻ്റെ ഇൻ്റർനാഷണൽ റെക്കോർഡ്. അത് ഒന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ബ്രേക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ഒരു 50 എങ്കിലും എനിക്ക് എറിയാൻ പറ്റണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. സത്യം പറഞ്ഞാൽ ഷോർട്ട് പുട്ട് എന്നാന്ന് പോലും അറിയത്തില്ല. ഞാനൊരു ദിവസം ഒരു കല്ലെടുത്തൊരു ഒറ്റ ഏറിറക്കി. അങ്ങനെ എൻ്റെ സാറ് അതിനൊരു സ്കില്ലുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അപ്പോൾ ആ സാറ് എന്നെ ഒന്ന് ചെറിയ രീതിയിൽ ട്രെയിൻ ചെയ്യിച്ച് വിട്ട് ഞാനിപ്പോൾ ഒരു 4 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഞാനത് കൂടാതെ ഞാൻ ഫിറ്റ്നസ് ട്രെയിനർ കൂടിയാണ്, ഒരു ജിമ്മിലെ ട്രെയിനർ കൂടിയാണ്. അപ്പം എനിക്ക് ഈ സ്പോർട്സും കൊണ്ട് മെയിനായിട്ട് നമുക്ക് പറ്റുന്ന ഒരു സ്കില്ല് അത് മറ്റുള്ളവരെയും കൂടെ ഡെവലപ്മെൻറ്റ് ചെയ്ത് നല്ല രീതിയിൽ അവരെയും കൂടെ നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ ഉയർത്തി എഴുന്നേൽപ്പിച്ച് അവരെയും കൂടെ നമ്മളും കൂടെ ഉണ്ട് എന്നുള്ളൊരു ടോൺ നമുക്ക് കിട്ടും. ആ ഒരു സ്പോർട്സിൻ്റെ ഇതുകൊണ്ട് നമ്മൾ കറക്റ്റ് ടൈമായിട്ട് നമ്മുടെ ഓരോ കാര്യങ്ങൾ കറക്റ്റായിട്ട് പോകുന്നു. എങ്ങനെ പോയാലും എന്ത് വർക്കുണ്ടെങ്കിലും നമ്മൾ 3:30 ആകുമ്പം വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് കറക്റ്റ് 4 മണിയാകുമ്പോൾ നമ്മൾ ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്തിരിക്കും. മെയിനായിട്ട് ഫസ്റ്റ് ടൈം അമ്മ, പിന്നെ അമ്മയാണ് ഫുൾ മെൻ്റലിയിലും കാര്യങ്ങളെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഇപ്പോഴും പോലെ. പിന്നെ എൻ്റെ ഏട്ടൻ ദീപക് എന്ന് പറഞ്ഞ ഏട്ടൻ, പിന്നെ കോച്ച്. മെയിനായിട്ട് ഈ പാരാ അത്ലറ്റ്സ് എന്ന് വെച്ചാൽ ആർക്കും ഒന്നും ബേസിക്കായിട്ട് ഈ സ്പെഷ്യൽ ചൈൽഡായിട്ടുള്ള ഒരു വീട്ടിലത്തെ കൊച്ചാണെങ്കിൽ അയാളെ വീട്ടിൽ തന്നെ നിർത്തും. എന്ന് വെച്ചാൽ അയാളെ ഓപ്പണായിട്ട് പുറത്തേക്ക്. എൻ്റെ അമ്മ അങ്ങനെയല്ല. എൻ്റെ അമ്മ മീൻസ് എന്നെ എങ്ങനെ ശകലയോടെ മെച്ചപ്പെടുത്താം എന്ന് കരുതിയിട്ടാണ് എൻ്റെ അമ്മ ഇതാക്കിയത്. മെയിനായിട്ട് പറയാനുള്ളത് ഇങ്ങനെയുള്ള പിള്ളേരെ അവരുടെ കഴിവെന്താണെന്ന് അന്വേഷിച്ച് സ്പോർട്സിലേക്ക് അവരെ കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ ഇവർ ശകലവും കൂടെ പഴയതിനേക്കാളും ബെറ്ററാവും. സത്യം പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇന്ത്യക്ക് വേണ്ടി റെപ്രസെൻറ്റ് ചെയ്ത് ഒരു ഇന്ത്യക്ക് വേണ്ടി ഒരു സ്വർണ്ണ മെഡൽ അടിക്കണം. പിന്നെ എനിക്ക് സ്വന്തമായിട്ടൊരു വീട്, മൈ ഫസ്റ്റ് അച്ചീവ്മെൻ്റ് അതാണ്. പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ആ ആളുടെ നാഷണൽ റെക്കോർഡ് അതൊന്ന് തിരുത്തണം. അത് തിരുത്തിയിട്ട് അവിടെ ഇങ്ങനെ വരണം: അജിൽ സേവ്യർ, ഇന്ത്യ, കേരള, ഇൻ്റർനാഷണൽ ഗോൾഡ് മെഡലിസ്റ്റ്.